പ്യുവർലി പൊളിറ്റിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ അയാൾ നല്ലൊരു കലാകാരനായിരുന്നു, നല്ല കുറച്ച് നിലപാടുള്ള ആളായിരുന്നു. പിന്നെ പുള്ളി കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന്, പക്ഷേ 1 കോടി രൂപയാണ് ഈ കാലത്ത് വലിയ രൂപയൊന്നുമല്ല, അത് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പുള്ളി കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് വന്നത്. ഇത് കലാപമണി പല ആൾക്കാർക്കും കിട്ടാതെ പോയ കലാപമണി ഇങ്ങനെ പല ആൾക്കാരുണ്ട്. പിന്നെ അത് മാത്രമല്ല, സലീംകുമാർ മരിക്കാതായപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വളരെ മോശം ലാംഗ്വേജ് ഉപയോഗിച്ചു. അത് ശരിയല്ല, പിണറായി വിജയൻ പോയി കാണുകയും ചെയ്തതാണ്. അപ്പോൾ ഇത് 1 കോടി രൂപ ഈ കാലത്ത് ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതിനെക്കാട് അർഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോൾ VD സതീശന് നേരിട്ട് അറിയാം പുള്ളി കോൺഗ്രസ് തന്നെ ഉണ്ടാകും ഇത്ര പെട്ടെന്ന് വന്നത്. വേറെ കലാപമണിയെല്ലാം നേരത്തെ കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട്, തിലകൻ, നെടുമുടി വേണു, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ കൊടുത്തതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ 1 കോടി രൂപയാണ് വലിയ എമൗണ്ട് ഒന്നല്ല. അല്ല, ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്, എനിക്കറിയാം. വേറെ എത്ര പേരുണ്ടായിരുന്നു, വേറെ എത്ര അവർക്ക് കൊടുക്കണം. പക്ഷേ ഇയാൾ ഇത് രാഷ്ട്രീയം നോക്കി, കലയിൽ രാഷ്ട്രീയം മതവും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ രാഷ്ട്രീയമാണ് മെയിൻ കളിക്കുന്നത്. അയാൾ മരിക്കാൻ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ എന്ത് വൃത്തിയുടെ ലാംഗ്വേജ് ഉപയോഗിച്ചത്. അയാൾ ചിലപ്പോൾ പിണറായി വിജയനെ വെച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ വന്ന് കണ്ടല്ലോ, മരിച്ച ശേഷം ഫാമിലിയെ കാണാൻ പിണറായി വിജയൻ വന്നു. ഇവരെന്ത് വൃത്തിയുടെ ലാംഗ്വേജ് ഉപയോഗിച്ചതാണ്. ഇനിയിപ്പോൾ ഇത്രയും സ്പീഡപ്പായിട്ട് പെട്ടെന്ന് വരാൻ കാരണം VD സതീശനെ അറിയാവുന്ന കൊണ്ടും VD സതീശനെ അറിയാവുന്ന ആളും കോൺഗ്രസ്സുകാരനെ കൊണ്ടാണ്. വേറെ പല ആൾക്കാരെ അർഹിക്കണ്ട എന്ന് പറഞ്ഞ് ഈ കാലത്ത് 1 കോടി രൂപ സ്പെൻഡ് ചെയ്തത് യാതൊരു കുഴപ്പമില്ല. ഇതാണ് പ്യൂർലി രാഷ്ട്രീയപരമായിട്ട് ആൾക്കാർ കാണുന്നത്. ഞാൻ ഒരു കാര്യം പറയുള്ളൂ, കല അല്ലെങ്കിൽ സിനിമ കാണാൻ കലയും ബിസിനസ്സുമാണ്. അവിടെ വരുമ്പോൾ രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതി ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പ്യൂർലി കലയെ കണക്കാക്കുക.